ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ആരും സ്കിപ്പടിച്ച് പോകരുത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ഈ പറയുന്ന 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങൾ സ്കിപ്പടിച്ച് കളയരുത്. രണ്ടാമത്തെ കാര്യം, 2026 എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷ കാലഘട്ടം തന്നെയാണ്. അതായത് കേരള PSC ഒരുപാട് അവസരങ്ങളാണ് ഈ ഒരു 2025 ഡിസംബർ വരെ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? ഒരുപാട് പരീക്ഷകളാണ് ഇനി മുന്നിലേക്ക് വരാൻ പോകുന്നത്. കുറേ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പേരെന്ത് ചെയ്യുന്നുണ്ടാവും, നേരത്തെ പ്രിപ്പറേഷൻസ് ആരംഭിച്ചവരുണ്ടാവും. വളരെ ചുരുക്കം പേരെന്ത് ചെയ്യും, പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കുക എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവരും ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിക്കോളൂ. കാരണം എന്താണ്, പരീക്ഷകൾ പെട്ടെന്നായിരിക്കും വരിക. അതുപോലെ റിസൾട്ടും എന്താണ്, വളരെ പെട്ടെന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട 2 പരീക്ഷകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണത്? കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും. അപ്പോൾ ഇതിൽ ഈ 2 പരീക്ഷകളിൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ പറ്റിയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ പറ്റിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ? അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാണ്ടിരിക്കേണ്ട. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളതിൽ കമൻറ്റ് ചെയ്യും. അടുത്തത് നമുക്ക് ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് നോക്കാം. അതായത് നമ്മുടെ മുന്നിൽ ഇനി 120 ദിവസമാണുള്ളത്. ആ 120 ദിവസം നമുക്ക് എങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് എന്ത് വേണം, ഈ 2 സിലബസിനും കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് നോക്കാം, അല്ലേ? ചില കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് ഡെപ്തിൽ നോക്കേണ്ടത്. അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എടുത്താലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എടുത്താലും സിലബസിൽ 2 or 3 സെഷൻസിൽ മാത്രമാണ് വെയിറ്റേജിൽ വേരിയേഷൻ വന്നത്. സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ എക്കണോമിക്സ്, അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് 2ലും 5 മാർക്കാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. ഓക്കെ? അതേപോലെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് 10 ആണ്. അതേ സമയത്ത് അത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിലേക്ക് വരുമ്പോഴോ 5 മാർക്കാണ് വെയിറ്റേജ്. നോക്കിയേ, വെയിറ്റേജിൽ വേരിയേഷൻസ് വന്നു. അതേപോലെ മറ്റൊന്നാണ് ലൈഫ് സയൻസ്. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിലേക്ക് വരുമ്പോൾ അതെന്തായി മാറി, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആയി. അവിടെ വെയിറ്റേജ് മാറി, 6 മാർക്ക് വെയിറ്റേജ്. അതേ സമയത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ ലൈഫ് സയൻസ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ വെയിറ്റേജ് 3 ആണ്. ഡിഫറൻസ് കണ്ടോ, 3 മാർക്കിൻ്റെ ഡിഫറൻസ് അവിടെ വന്നു. അതേപോലെ അടുത്ത് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്. അത് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിലേക്ക് വരുമ്പോൾ 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അതേ സമയത്ത് അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിലേക്ക് വരുമ്പോഴോ അവിടെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി, ആക്ട്സ് ആൻഡ് കമ്മീഷൻസ്, ഇതിൽ നമുക്ക് വരുന്ന വെയിറ്റേജ് 13 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. മറ്റെല്ലാത്തിലും ഒരേപോലെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ 2 എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 120 ദിവസം കൊണ്ട് നമുക്ക് ഈ എല്ലാ സെക്ഷൻസും കവറപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഐഡിയ കിട്ടിയല്ലോ, സിലബസിനെ പറ്റി നിങ്ങൾക്കൊരു സ്ട്രക്ചറായി, അല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെയും സിലബസ് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പുറത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് 2 സിലബസും ഡൗൺലോഡ് ചെയ്തിട്ട് കയ്യിൽ വെക്കുക, കൂടെ ഒരു നോട്ട്ബുക്ക്. എന്തിനാണ്, പഠിച്ച കാര്യങ്ങൾ മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ അടുത്തത് എന്താണ്, ഇനി നമ്മളിപ്പോൾ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ധാരണയായി. ഇനി ഏതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അടുത്തത് അതാണ്. നമ്മൾ എവിടെ ഊന്നൽ കൊടുത്താലാണ് നമുക്ക് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഒന്നെന്ന് പറയുന്നത് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഇന്ത്യൻ ഭരണഘടനയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന പഠിച്ചേ പറ്റൂ. കാരണം ഏതൊരു PSC പരീക്ഷ എടുത്താലും 5 മാർക്ക് വെയിറ്റേജ് ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ്. അടുത്തത് കേരള നവോത്ഥാനവും ചരിത്രവും. അറിയാം, യൂറോപ്യന്മാരുടെ ആഗമനം തൊട്ട് ഇങ്ങോട്ട്, അല്ലേ? ഏതൊരു പരീക്ഷ എടുത്താലും നമ്മൾ സിലബസ് നോക്കുമ്പോൾ എന്താണ്, യൂറോപ്യന്മാരുടെ ആഗമനം, അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് വരുന്ന പരീക്ഷകൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് റിവൈസ് ചെയ്താൽ മാത്രം മതി. നമ്മൾ വേറെ ഒന്നും ഇൻപുട്ട് ചെയ്യണ്ട. പഠിച്ച കാര്യങ്ങൾ സെറ്റായിരിക്കും. അപ്പം ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചാൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും എന്താണ്, നമുക്ക് മുഴുവൻ മാർക്കും കരസ്ഥമാക്കാൻ പറ്റുന്ന 2 മേഖലയാണ്. ഒന്ന് ഇന്ത്യൻ ഭരണഘടന, അടുത്തത് എന്താണ്, കേരള നവോത്ഥാനം, ചരിത്രം. ഇത് മാത്രമാണോ? അല്ല. ഇനി അടുത്തത് എന്താണ്, മാത്സ്, അല്ലേ? മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ്
മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി മുഴുവൻ മാർക്ക്. അതിലൊരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, വർക്കൗട്ട് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്സിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എളുപ്പത്തിൽ മാർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന മേഖലയായിട്ട് ഇതും മാറും. അടുത്തത് ബേസിക് സയൻസ്. കുറച്ച് എഫേർട്ട് ആദ്യം ഇടണമെങ്കിലും പിന്നീട് എന്താവും? നമുക്ക് അതിലും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴേ പഠിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ, അല്ല ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകുക. അടുത്തത് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യുന്നതും അതുപോലെ നമ്മളെ റാങ്കിലേക്ക് ഏറ്റവും ടോപ്പിലെത്തിക്കുന്നതും ഒന്നാണ് കറണ്ട് അഫയേഴ്സ്, അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ദിവസേന നടക്കുന്ന ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒരു മാസത്തത് അല്ല ഒരു വർഷത്തെ ഒരുമിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ ഓരോ ദിവസവും അന്നന്ന് നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മനസ്സിലാക്കി എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ പറയുന്ന വെയിറ്റേജ് ആയ 15 20 മാർക്ക്, കാരണം ഡിപ്പെൻസ് ആണ്, പല പരീക്ഷയ്ക്കും 15 ആയിരിക്കാം, ചിലതിൽ 10 ആയിരിക്കാം, ചിലതിൽ 20 ആയിരിക്കും. എന്നിരുന്നാലും വെയിറ്റേജ് ഏറ്റവും കുറവ് 10 മാർക്കാണ്. അതും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പിന്നീട് അടുത്തത് ജനറൽ ഇംഗ്ലീഷ്. അപ്പോൾ ജനറൽ ഇംഗ്ലീഷിനോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാത്സിന് ചെയ്യുന്ന അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനും PYQs ചെയ്താൽ മതി. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതിന് നിങ്ങൾ PYQ ചെയ്ത് കഴിഞ്ഞാൽ 30 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വെയിറ്റേജ് ആയ 30 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിലൊരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. അപ്പം ഞാൻ ഒരു കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞു, ഡെയിലി നമ്മൾ പ്രിപ്പറേഷൻസ് നോക്കണം. ഡെയിലി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. നമുക്ക് ചിലർക്ക് എന്താണ് സമയപരിമിതി കൊണ്ട് പേപ്പർ മുഴുവൻ വായിച്ച് തീർക്കാൻ പറ്റാറുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മിൻറ്റ് തന്നെ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ സെഷൻസ് പോകുന്നുണ്ട്. അത് നന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ 2025 നടന്നിരിക്കുന്ന പല പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ചാനൽ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസിലേക്കും വരിക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പം അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും. അടുത്തത് ഇനി എന്താണ്? നമ്മൾ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ബേസിക് സയൻസ്. അടുത്തത് എന്താണ്? മെൻ്റൽ എബിലിറ്റി. അത് ഞാൻ PYQയിൽ നമ്മൾ മാത്സ് ചെയ്യുമ്പോൾ അവിടെ തന്നെ നമ്മൾ മാത്സിൻ്റെ കൂടെ തന്നെ മെൻ്റൽ എബിലിറ്റിയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു സെഷൻസ് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നീടുള്ളതോ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അല്ലേ? കേൾക്കുമ്പോൾ വളരെ കുറവാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ടാകും. വെയിറ്റേജ് 3 മാർക്ക്. പക്ഷേ ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി. പിന്നീടുള്ള എല്ലാ പരീക്ഷയ്ക്കും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ആ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്തത് എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെപ്തിൽ നോക്കേണ്ടത്. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ ഒരു 120 ദിവസമാണ് മുന്നിലുള്ളത്. അത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം? അതിലാദ്യം ചെയ്യേണ്ടത് നമ്മൾ 120 ദിവസം തന്നെയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ആദ്യത്തെ 1ാമത്തെ മാസമാണ്. അതിൽ 1 മുതൽ 5 വരെ നിങ്ങൾ എന്ത് ചെയ്യുക? കേരള നവോത്ഥാനം, അതിൽ പ്രധാന നവോത്ഥാന നായകന്മാർ ആരൊക്കെയാണെന്നും, ഇത് നമ്മൾ ഹിസ്റ്ററിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. അതിന് പാരലായിട്ട് ഉണ്ടാകുന്ന മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ബേസിക്സ് ഓപ്പറേഷൻസ് ആണ്. അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അതും ആ ഒരു അതായത് നമ്മൾ ആദ്യത്തെ 5 ദിവസം കണക്കാക്കുന്നത് ഒന്ന് നവോത്ഥാന നായകന്മാരെ പറ്റി പഠിക്കുന്നു. അതിൻ്റെ പാരലായിട്ട് മാത്സിൽ നമ്മൾ ബേസിക് ഓപ്പറേഷൻസ് പഠിക്കുന്നു. അതിൻ്റെ കൂടെ ഇംഗ്ലീഷിൻ്റെ ടെൻസസ് ആൻഡ് ആർട്ടിക്കിൾസ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ 5 ദിവസം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 ദിവസം നമ്മൾ ഇതിന് വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അത് നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. കൂടാതെ എന്ത് ചെയ്യും? അതിൻ്റെ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. ഇതിന് പാരലായിട്ട് തന്നെ നിങ്ങൾ നോട്ട്സ് ചെയ്യണം. കാരണം എന്താണ്? ഇല്ലെങ്കിൽ പിന്നീട് എന്താ, വെറുതെ വായിച്ചു പോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മളോട് മറന്നു. അപ്പോൾ അത് കണക്ട് ചെയ്ത് നോട്ട്സുകളും ഇതിന് പാരലായിട്ട് കൊണ്ടുപോവുക. അടുത്തത് 6 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ. ഇതും അതിന് പാരലായിട്ട് മാത്സിൽ നമ്മൾ നോക്കുക പെർസെൻറ്റേജ്, പിന്നെയോ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതേപോലെ ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻസും ഫ്രേസൽ വെർബ്സും. ഇത്രയാണ് നമ്മൾ അടുത്ത 4 ദിവസങ്ങൾ, അതായത് 6 മുതൽ 10 വരെ നമ്മൾ പഠിക്കുന്നത്. അടുത്തത് എന്താണ്? ഡേ 11 to 15, 11 മുതൽ 15 വരെ. അവിടെ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? ഇന്ത്യൻ ചരിത്രമാണ് തുടങ്ങുന്നത്.
ഇന്ത്യൻ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമരം, അതായത് INC രൂപീകരണം, ഗാന്ധിയൻ യുഗം. അതാണ് നമ്മൾ അടുത്ത 5 ദിവസം നോക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ അടുത്ത തുടങ്ങാണ് ഏതാണ്? മെൻ്റൽ എബിലിറ്റി. അതിലെ ശ്രേണികളാണ് തുടങ്ങുന്നത്. കാരണം ബേസിക്സ് മാത്രം നമ്മൾ ഈ ഒരു ആദ്യത്തെ ഒരു മാസം, കാരണം ഏറ്റവും മാർക്ക് മേടിക്കാൻ പറ്റുന്ന മേഖലയാണ് നമ്മുടെ ബേസിക്സ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഒന്നാമത്തെ മാസം ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിൽ. അപ്പം നമ്മൾ ടെസ്റ്റ് ഓഫ് റീസണിങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തതോ, നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് പഠിച്ചു? കേരള നവോത്ഥാനം. അതിൻ്റെ റിവിഷൻ ആയിരിക്കണം അടുത്ത 11 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ. ഈ ഒരു റിവിഷനാണ് നമ്മൾ നടക്കുന്നത്. ഏതിൻ്റെയൊക്കെ? കേരള നവോത്ഥാനത്തിൻ്റെയും ഭരണഘടനയും ഇന്ത്യൻ ഭരണഘടനയുടെ റിവിഷനും കൂടി ഈ ഒരു 11, 15 തീയതികളിൽ നിങ്ങൾ ആ ഒരു റിവിഷനാണ് നടത്തുന്നത്. അടുത്തത് ഇനി എന്താണ്? 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ. അതിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം, നമ്മൾ ജിയോഗ്രഫി തുടങ്ങി. അതിൽ നദികൾ, കാലാവസ്ഥ, ഭൂരൂപങ്ങൾ, ഇതാണ് നമ്മൾ ജിയോഗ്രഫിയിൽ തുടങ്ങുന്നത്. ഇനി അതിന് പാരലായിട്ട് ഇപ്പുറത്തോ മാത്സ് തന്നെ സമയവും ജോലിയും, അതായത് നമ്മൾ ടൈം ആൻഡ് വർക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ, അത്. അതേപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇതായിരിക്കണം നമ്മൾ മാത്സിൻ്റെ നോക്കേണ്ടത്. പാരലായിട്ട് ഇംഗ്ലീഷിൽ വൊക്കാബുലറി, അതായത് സിനോണിംസ്, ആൻറ്റോണിംസ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കിട്ടുന്ന ഈ ഒരു നമുക്ക് നോക്കാം 16 തൊട്ട് 20 വരെ നിങ്ങൾ മാക്സിമം ഇതിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. അപ്പം മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കരുത്. അയ്യോ അത് പഠിച്ചില്ലല്ലോ, ഇത് പഠിച്ചു, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട, നെവർ മൈൻഡ്, അത് വിട്ടേക്കാം. ഈ സമയം എന്ന് പറയുന്നത് ഇതിന് മാത്രം. ആ രീതിക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പക്കയായിരിക്കും. ഇനി അടുത്തത് 21 മുതൽ 25 വരെയുള്ള ദിവസങ്ങൾ. അതിൽ നമ്മൾ ആരാ തുടങ്ങുന്നത്? കേരള ചരിത്രമാണ് തുടങ്ങാൻ പോകുന്നത്. കേരള ചരിത്രം. അതിൽ യൂറോപ്യന്മാരുടെ ആഗമനം, അതുപോലെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം. അപ്പുറത്ത് നമ്മൾ എന്ത് തുടങ്ങുന്നു? നമ്മുടെ സയൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സയൻസ് ആകുമ്പോൾ ബയോളജി അല്ലേ? അതിൽ രോഗങ്ങളും പൊതുജനാരോഗ്യവും എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 21-ാം തീയതി മുതൽ 25 വരെ. ഓർത്ത് വെക്കണേ. ഇതിന് പാരലായിട്ട് നമ്മൾ അപ്പുറത്തെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. എന്തിൻ്റെത്? ചരിത്രത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും. നമ്മൾ കുറച്ച് മുന്നേ അത് പഠിച്ചല്ലോ. അതിൻ്റെ റിവിഷൻസ് ആയിരിക്കണം ഇവിടെ നടക്കേണ്ടത്. അടുത്തത് 26 മുതൽ 29 വരെയുള്ള 3 ദിവസങ്ങൾ. അതിൽ ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രം, അതായത് എക്കണോമിക്സ്, അതിലാണ് ഊന്നൽ കൊടുക്കേണ്ടത്. അതിൽ ദേശീയ വരുമാനം, ബാങ്കിങ്, പഞ്ചവത്സര പദ്ധതികൾ, ഇതിലായിരിക്കണം ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് അളവുകൾ, യൂണിറ്റുകൾ, ചലനം, ഈ 3 സെഷൻസും ആയിരിക്കണം അടുത്ത ഈ ഒരു 26 മുതൽ 29 ദിവസങ്ങളിൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നീടോ, അപ്പം നമ്മളെ മുന്നിൽ എന്തായി? 29 ദിവസം നമ്മൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി എന്ത് ചെയ്യണം? അതിനൊരു റിവിഷൻ വേണം. ഇതിന് പാരലായിട്ട് 30-ാം തീയതി നിങ്ങൾ ഫുൾ ഇതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തണം. ഫുൾ മോക്ക് ടെസ്റ്റ് നടത്തി നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തണം. എത്രമാത്രം ഞാൻ അപ്ഡേറ്റഡ് ആയി എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. എന്നിട്ടോ തെറ്റുകളും ഉണ്ടാവും. ഒരിക്കലും നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. മീൻസ് ഇത്രയല്ലേ ഈ ഒരു സെഷൻസല്ലേ പഠിച്ചിട്ടുള്ളൂ. സോ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് തെറ്റുകളും നമുക്കുണ്ടാവും. ആ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി അവിടെ വീണ്ടും ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത മാസത്തേക്ക് പോകും. അതാണ് ബ്ലോക്ക് 2. അവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയർസ്. അപ്പം നമ്മൾ ആദ്യത്തെ മാസം എന്തിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്? ബേസിക്സിന്. ഇനി നമ്മൾ എന്താ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയി കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന സെഷനിലേക്ക് വന്നു. കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രധാന അവാർഡുകൾ, നിയമനങ്ങൾ, പദ്ധതികൾ, കഴിഞ്ഞ ഒരു വർഷത്ത് ആർക്കൊക്കെ ലഭിച്ചു, എന്തിന് ലഭിച്ചു എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് പഠിക്കുക. അതേപോലെ നമ്മൾ ഇംഗ്ലീഷിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അത് പഠിക്കുക. കൂടെ എന്താണ്? മലയാളം സ്റ്റാർട്ട് ചെയ്യുക. മലയാളത്തിൻ്റെ പദശുദ്ധി, വാക്യശുദ്ധി, ഈ ഒരു സെഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ? 31 മുതൽ 35 വരെയുള്ള ദിവസങ്ങളിലാണ്. ഓർത്ത് വെക്കണം. അതിനുശേഷം 36 to 40 എന്ന് പറയുന്ന സമയങ്ങളിൽ നമ്മൾ വേൾഡ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യും. ലോക ചരിത്രം. അതിൽ നമ്മൾ പ്രധാന വിപ്ലവങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇംഗ്ലണ്ട്, അമേരിക്ക, ഫ്രഞ്ച്, റഷ്യ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ നമ്മൾ പഠിക്കണം. അതിന് പാരലായിട്ട് മാത്സിൽ നമ്മൾ നോക്കേണ്ടത് അംശബന്ധവും അനുപാതം. അത് നമുക്കറിയാലോ, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അത് പഠിക്കുക. അതിൻ്റെ ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിട്ട് വർക്കൗട്ട് ചെയ്യുക, സ്പീഡ് കൂട്ടുക. അതിൻ്റെ കൂടെ മലയാളത്തിൽ വിപരീത പദങ്ങളും പര്യായ പദങ്ങളും അതും പഠിക്കുക. പിന്നീടോ ഇപ്പം നമ്മൾ 40-ാമത്തെ ദിവസത്തിൽ എത്തിയിരിക്കുക. 40 ദിവസം. ഇനി മുന്നിൽ എത്ര ദിവസമുണ്ട്? 80 ദിവസമാണുള്ളത് അല്ലേ?
ഇനി 41 മുതൽ 45 വരെയുള്ള സമയത്ത് നമ്മൾ എന്തിൽ തുടങ്ങുന്നു? സ്പോർട്സ്, ആർട്സ്, അല്ലേ, ലിറ്ററേച്ചർ, ആ ഒരു സെഷൻ ഉണ്ടല്ലോ, കല, കായികം, സാഹിത്യം എന്ന് പറയുന്നത്. അതിൽ കേരളത്തിലെ കലാരൂപങ്ങൾ, അതുപോലെ പ്രധാന സാഹിത്യകാരന്മാർ, കായിക അവാർഡുകൾ, ഇതിനെപ്പറ്റിയായിരിക്കണം അവിടെ പഠിക്കേണ്ടത്. ഇപ്പുറത്ത് ടെസ്റ്റ് ഓഫ് റീസണിങ്ങിൽ കോഡിങ് ആൻഡ് ഡീകോഡിങ്, അതുപോലെ ഇംഗ്ലീഷിലാണെങ്കിലോ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇതായിരിക്കണം 41 മുതൽ 45 ദിവസം വരെ, മീൻസ് 41-ാം തീയതി മുതൽ 45-ാം തീയതി വരെ പഠിക്കേണ്ടത്. അതിനുശേഷം 46 മുതൽ 50-ാം തീയതി വരെ എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെൻറ്റ്, CAG, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, പ്രധാന ഭരണഘടനാ ഭേദഗതികൾ, ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കണം. കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? കെമിസ്ട്രി ഓപ്പൺ ചെയ്യുന്നു. അതിൽ ബേസിക്സ് ആയിരിക്കണം. 46 മുതൽ 50 വരെയുള്ള നമ്മുടെ 46 to 50 ആ സമയങ്ങളിൽ നമ്മൾ കെമിസ്ട്രി നോക്കണം. അതുപോലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ? ഏത്? അവാർഡ്, നിയമനങ്ങൾ, പദ്ധതികൾ, അതിൻ്റെ റിവിഷനും കൂടി ഇവിടെ നിങ്ങൾ ചെയ്യണം, ഓർത്ത് വെക്കണം കേട്ടോ. അതിനുശേഷം 51-ാം തീയതി മുതൽ 55-ാം തീയതി വരെ എന്താണ്? കേരള ഭരണ സംവിധാനം. എന്താണ് കേരള ഭരണ സംവിധാനം? അതിൽ സിവിൽ സർവീസ്, വിവിധ കമ്മീഷനുകൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ. പിന്നീടോ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനം, അതായത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും, അതായിരിക്കണം നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നീടോ നമ്മൾ ഭരണഘടനയും അതുപോലെ നമ്മുടെ കലയും സാഹിത്യവും കായികവും പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ റിവിഷനും നമ്മൾ നടത്തേണ്ടത് ഈ 51 മുതൽ 55 വരെയുള്ള തീയതികളിലാണ്. ഓക്കെ ആണോ? ഇപ്പം നമ്മൾ 55-ലെത്തി. ഇനിയോ 56 to 59 എന്ന് പറയുന്നത് വിവരാവകാശ നിയമം, അതേപോലെ മനുഷ്യാവകാശ നിയമം. ഇതിനെപ്പറ്റി അറിയണം. കൂടാതെ എന്താണ്? നമ്മൾ പഴയ ചോദ്യപേപ്പർ വെച്ച് വീണ്ടും റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? മോക്ക് ടെസ്റ്റ് നടത്തുക. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSC അനുവദിച്ച് തന്നിരിക്കുന്ന സമയം എത്രയാണോ, ഇപ്പോൾ 1 മണിക്കൂർ 15 മിനിറ്റ് ആണെങ്കിൽ അത്രയും മാത്രം വെച്ച് മാത്രമേ പരീക്ഷ എഴുതാൻ പാടുള്ളൂ. 1 മിനിറ്റ് പോലും അധികം എടുക്കരുത്. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ അതിൽ എത്ര മാർക്ക് നേടുന്നു, അതുപോലെ എത്ര തെറ്റുത്തരം, അതൊക്കെ മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ മാർക്ക് എത്രയാണെന്നും നോക്കണം. അപ്പം നമ്മളിപ്പോൾ 2ാമത്തെ മോക്ക് ടെസ്റ്റാണ് ഈ ചെയ്തത്, ഓർക്കുന്നുണ്ടോ? ആദ്യത്തത് നമ്മൾ എന്ത് ചെയ്തു? 30-ാം തീയതി ചെയ്തു. 2ാമത്തത് 60. അപ്പം ഇതിലെന്തെങ്കിലും ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. അടുത്തത് 61 to 65 നമ്മൾ കറണ്ട് അഫയേഴ്സ്. അതിൽ പ്രധാനപ്പെട്ട ദേശീയ അന്തർദേശീയ സംഭവങ്ങളാണ് പഠിക്കേണ്ടത്, ഓർത്തു വെക്കുക. പ്രധാനപ്പെട്ട ദേശീയ അന്തർദേശീയ സംഭവങ്ങൾ. അടുത്തതോ നമ്മൾ ശ്രേണികൾ ആണ് മാത്സിൽ നോക്കേണ്ടത് അല്ലേ? നമ്മൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്, ജിയോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട്, അതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കണം. പിന്നെയോ മലയാളത്തിൽ ഒറ്റപ്പദം പരിഭാഷ, അതിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഏതാ? 61 മുതൽ 65 വരെയുള്ള തീയതികളിൽ ഓർത്ത് വെക്കുക. അതിനുശേഷം വീണ്ടും 66 to 70 നമ്മൾ ആദ്യം നോക്കുക കമ്പ്യൂട്ടറും IT-യുമാണ്. അതിൽ നെറ്റ്വർക്കുകൾ, ഇൻ്റർനെറ്റ് സേവനങ്ങൾ, സൈബർ നിയമങ്ങൾ, ഇതിനായിരിക്കണം ഊന്നൽ നൽകേണ്ടത്. അതേപോലെ ടെസ്റ്റ് ഓഫ് റീസണിങ്ങിൽ വരുമ്പോൾ എന്തിനു പോകണം? ബ്ലഡ് റിലേഷനും അതുപോലെ ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്, ദിശാവബോധം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതിനുമായിരിക്കണം ഊന്നൽ നൽകേണ്ടത്. കാരണം ഇത് ഒറ്റ ക്വസ്റ്റ്യനിലും വരാതിരിക്കില്ല, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെയാണ് അത് മാർക്ക് ഔട്ട് ചെയ്തത് കേട്ടോ. ഇനി ഇംഗ്ലീഷിലോ ഇഡിയംസും ഫ്രേസസും, അതിനും എന്ത് ചെയ്യുക? ഈ സമയങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇത് പഠിക്കുമ്പോൾ ഇനി ഞാൻ പോയിട്ട് മലയാളത്തിൻ്റെ ഒറ്റപ്പദം പഠിക്കട്ടെ എന്നൊന്നും ചിന്തിക്കരുത്. ഇത് പഠിക്കുമ്പോൾ ഇത് മാത്രം ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ PSC ജോബ് കരസ്ഥമാക്കാൻ സാധിക്കും. അടുത്തത് 71 മുതൽ 75 വരെയുള്ള ദിവസങ്ങൾ. അതിലോ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, അതായത് ഊർജ ആവശ്യകത, അതേപോലെ നയങ്ങൾ, ബഹിരാകാശ ദൗത്യങ്ങൾ, ഇവയ്ക്കായിരിക്കണം ഊന്നൽ നൽകേണ്ടത്. അതുപോലെ ഇപ്പുറത്ത് വരുമ്പോഴോ മെൻസുറേഷൻ, നമ്മൾ ജാമിതീയ രൂപങ്ങൾ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അതിനായിരിക്കണം ആ ഒരു സമയത്ത് മാത്സിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. ഇനി ഇപ്പുറത്തോ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന് നമ്മൾ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ, അതിൻ്റെ റിവിഷനും കൂടിയായിരിക്കും ഈ ദിവസങ്ങളിൽ നടക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, വർക്കൗട്ട് ചെയ്യുക. അടുത്തത് 76 മുതൽ 80 വരെയുള്ള ദിവസങ്ങൾ. അതിലോ ഇതിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? എല്ലാത്തിലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ റിവിഷൻ ആയിരിക്കണം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. വൊക്കാബുലറി റിവിഷൻ ആവാം, നമ്മുടെ ഫ്രേസൽ വേർബ്സിനെ പറ്റിയാവാം, ആക്റ്റീവ് പാസീവ് വോയിസ്, അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ നടക്കേണ്ട സമയങ്ങളാണ് 76 to 80 എന്ന് പറയുന്ന സമയങ്ങൾ. നിങ്ങൾക്ക് കിട്ടുന്ന പഴയ ചോദ്യപേപ്പർ ഉണ്ടെങ്കിൽ അതുകൂടി വെച്ച് വേണം പാരലായിട്ട് ഇത് ചെയ്തു പോകാം. ഇനി
നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യത്തെ ഒരു മാസം, അതായത് 1 to 30 എന്താണോ പഠിച്ചിരുന്നത് അതിൻ്റെ പക്കാ റിവിഷൻ ആയിരിക്കണം 76 മുതൽ 80 വരെയുള്ള സമയങ്ങൾ. ഇനി അടുത്തത് 81 മുതൽ 85 വരെ എന്ന് പറയുന്നത് 31-ാം തീയതി മുതൽ 60-ാം തീയതി വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ അതിൻ്റെ റിവിഷൻ ആയിരിക്കണം, അതിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് 81 മുതൽ 85 വരെയുള്ള ദിവസങ്ങൾ. ഇനി അടുത്തത് എന്താണ്? 86 മുതൽ 89 വരെയുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 60 മുതൽ 90 വരെ, മീൻസ് 60 മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയ സാധനത്തിൻ്റെ റിവിഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ലാസ്റ്റ് പഠിച്ചിരിക്കുന്ന ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ പ്രധാന നിയമങ്ങളും അതുപോലെ കറണ്ട് അഫയേഴ്സ്, കമ്പ്യൂട്ടർ, IT, ശാസ്ത്ര സാങ്കേതിക വിദ്യ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കണം നമ്മൾ ഇതിൽ കൊണ്ടുവരേണ്ടത്, ഈ ഒരു മാസ് റിവിഷനിൽ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എത്രയിലെത്തിയിരിക്കുകയാണ്? 90 ദിവസത്തിലെത്തിയിരിക്കുകയാണ്. 90 ദിവസം. ഇനി നമ്മുടെ മുന്നിൽ ഒരു 30 ദിവസമേ ഉള്ളൂ. അത് നമ്മൾ എന്തിനു വേണ്ടി ചിലവഴിക്കണം? പരീക്ഷകൾക്ക് മാത്രമായിട്ട് ചിലവഴിക്കണം. കയ്യിൽ കിട്ടുന്ന, അതായത് 2025 നടന്നിരിക്കുന്ന എല്ലാ പരീക്ഷകളും നിങ്ങളൊന്നും നോക്കരുത്. എല്ലാ പരീക്ഷകളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, OMR ഷീറ്റിൽ മാർക്ക് ചെയ്ത് പഠിക്കുക തന്നെ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സ്പീഡും അതുപോലെ ആക്യുറസി ഉണ്ടാവും. അതിനു വേണ്ടിയായിരിക്കണം ലാസ്റ്റ് 30 days എന്ന് പറയുന്നത്. ഓക്കെ, പുതുതായിട്ടൊന്നും പഠിക്കാനല്ല, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. കൂടാതെ എന്ത് ചെയ്യുക? മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് അതിൽ എറേഴ്സ് വന്നിട്ട് അത് കണക്ട് ചെയ്തിട്ടുള്ള ഫാക്ട്സുകളായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനും അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനും ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.